രാഷ്ട്രീയ നിരീക്ഷകൻ അനൂപ് VR കൂടി ടെലിഫോണിൽ ചേരുന്നത്. ശ്രീ അനൂപ് VR, ഇതാ ഇപ്പോൾ KM എബ്രഹാമിന്റെ കേസ് ഇപ്പോൾ CBI ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതുമായി എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ച്? അല്ലെങ്കിൽ താങ്കളുടെ അഭിപ്രായത്തിൽ ഇതിൽ ഇനി മുന്നോട്ടുള്ള ഒരു നീക്കം അതെങ്ങനെയായിരിക്കും? വിജിലൻസ് ഈ കേസെല്ലാം തള്ളിയതാണ്, ഇത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നൊക്കെ തള്ളിയൊരു കേസാണ്. ഇതിപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം CBI ഏറ്റെടുക്കുകയാണ്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ അതിന് ഉപോത്ബലകമായ സാഹചര്യം നിലവിലുണ്ട് എന്നാണ് അർത്ഥം. പിന്നെ KM എബ്രഹാം തന്നെ അങ്ങേറ്റ ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞാൽ രാജിവെക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബ്ലാക്ക് മെയിലിംഗിന്റെ ധ്വനിയുണ്ട്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്. തീർച്ചയായും അനധികൃതമായി കാര്യങ്ങൾ നടന്നിരിക്കുന്നത് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് എത്താൻ കഴിയുന്ന അനുമാനം. അപ്പൊ തന്നെ ഇതിലിപ്പോ ഇത്രത്തോളമൊക്കെ ആരോപണം വരുമ്പോഴും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കിഫ്ബിയുടെ തലപ്പത്ത് നിന്നായാലും അല്ലെങ്കിൽ ഈ പദവിയിൽ നിന്നും ഒഴിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. അത്തരത്തിൽ അത് മുഖ്യമന്ത്രിയുടെ ഒരു സംരക്ഷണം ഉറപ്പായിട്ടും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം തന്നെയല്ലേ അദ്ദേഹം തന്നെ ഇക്കാര്യം പറയുന്നത്? തീർച്ചയായും അദ്ദേഹത്തെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമായ രാഷ്ട്രീയ ഭരണ നേതൃത്വത്തിന്റെ ഭാഗമല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇത്ര ആത്മവിശ്വാസത്തോടെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്നത്? അത് മുഖ്യമന്ത്രിയുടെ പിന്തുണയുള്ളത് കൊണ്ടാണ്. മുഖ്യമന്ത്രിക്ക് കൂടി ഇതിനകത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്നുള്ള താല്പര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടി നടന്ന കാര്യമാണ് ഇത് എന്ന് വേണം അനുമാനിക്കാൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.